ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ വളരെ സ്വാദോടുകൂടി ബീഫ് കറി എങ്ങനെ ശരിയാക്കാവുന്നതാണ്. എല്ലാവർക്കും അറിയാം, എന്നാലും ഇതിൽ 2 ചേരുവകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ബീഫ് കറിക്ക്, ഇന്നത്തെ ബീഫ് കറിയുടെ ഒരു പ്രത്യേകത. അതെന്തൊക്കെയാണെന്നും ഒക്കെ ഒന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ബീഫ് കറി ശരിയാക്കാനായിട്ട് ഇതിപ്പം 1 കിലോ ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ബീഫ് കറി കുക്കറിൽ ശരിയാക്കാം. കുക്കറിലാകുമ്പം നല്ലതുപോലെ വേവിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഇത് ശരിയാക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറുവപ്പട്ട, ഏലക്ക, അതുപോലെ തന്നെ ഒരു 7-8 ഗ്രാമ്പൂ. അപ്പോൾ ഈ ഏലക്കായുടെ തൊലി മാറ്റിയതിന് ശേഷം വെച്ചേക്കുന്നത് ഇത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒരു 30-35 ചെറിയ ഉള്ളി നല്ലതുപോലെ കഴുകി അരിഞ്ഞിട്ടില്ല, ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒന്ന് വാടി വരട്ടെ. അടുത്തായിട്ട് ഇതിലേക്ക് നല്ല 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല 2 തക്കാളി ഇതേ രീതിയിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ സമയം നമുക്കിനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, അതുപോലെ നല്ല 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മുളക് പൊടിയുടെ അത്രയും തന്നെ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം പച്ചമണമൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുത്ത് ഈ മസാലകളെല്ലാം ഇതിലൊന്ന് പിടിക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് ഉപ്പുണ്ടോ എന്ന് നോക്കത്തില്ല, ഞാനിത് കഴിക്കത്തില്ല, അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കാണും. നല്ലതുപോലെ ഒന്ന് ഇളക്കി പിടിപ്പിക്കാം. ഇപ്പോഴാ മസാലയും ആ ബീഫും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാടങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇത് നമുക്ക് അടച്ച് 7-8 വിസിലതും ചെറിയ തീയിൽ 7-8 വിസിലിന് ശേഷം കാണിക്കാം. ഇപ്പോൾ 7 വിസിലിന് ശേഷം ചൂടൊക്കെ മാറി നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എത്രത്തോളം
ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ഇനിയിപ്പം അവസാനം ചെറിയ ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വലിപ്പത്തിലരിഞ്ഞ തേങ്ങാകൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്നത്തെ ഈ ഒരു ബീഫ് കറിയുടെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്തും നമ്മൾ ചെറിയ ഉള്ളി അതേ രീതിയിൽ ഇട്ടേക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് ഇന്നത്തെ ബീഫ് കറി. ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതും ഒരു പ്രത്യേക മണമായിരിക്കും. ഇത്രയും മതി. തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എളുപ്പത്തിലുള്ള ഈ ഒരു ബീഫ് കറി എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയാം എങ്കിലും പുതിയതായിട്ട് ആർക്കെങ്കിലും ശരിയാക്കാൻ അറിയാത്ത കുട്ടികൾക്കൊക്കെ ഇതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ.